ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർഹോൾഡേഴ്സ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളും ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കാണ്. ജാപ്പനീസ് മാർക്കറ്റുകളാണ് ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $2177 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ്. $85.2 പെർ ബാരലിനാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടു വീക്ക് സെന്റിമെന്റിലാണ് മെറ്റൽ ഫ്യൂച്ചേഴ്സും ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ നാളെയും കൂടിയാണ് ട്രേഡിംഗ് ഉള്ളൂ. മറ്റന്നാളാണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് ഡാറ്റ വരുന്നത്. അതിന് മുമ്പ് വരുന്ന ഇൻഡിക്കേഷൻസ് എല്ലാം തന്നെ ജൂൺ മാസത്തിൽ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ഒപ്റ്റിമിസം ഉണ്ട്. എന്നിരുന്നാലും ടെക്നോളജി സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള സെൽ ഓഫ് അമേരിക്കയിലും കാണുന്നുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണോ? അപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഒരു ചെറിയ വൊളാറ്റിലിറ്റി ഒക്കെ അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. എന്നിരുന്നാലും ഓവറോൾ പോസിറ്റീവ് ബയാസാണ് അമേരിക്കൻ മാർക്കറ്റിലുള്ളത്. ഒപ്പം ഈ ലോങ് ഹോളിഡേ ആയ കാരണം അതിൻ്റേതായ ഒരു ലാക്ലസ്റ്റർ മൂവ്മെൻറ്റും മാർക്കറ്റിലൊക്കെ അമേരിക്കൻ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം തന്നെയുണ്ട്. ഇനി ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് കറൻസി, ജാപ്പനീസ് yen ആണ് 1990 ശേഷമുള്ള ഏറ്റവും ലോവർ ലെവലിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന്. പക്ഷേ ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റ് അറൗണ്ട് 400 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് yen വീക്കൻ ചെയ്യുന്നത് ജപ്പാനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ഫണ്ടമെന്റൽസിൽ എഗൻസ്റ്റ് ആയിട്ടാണ് ജാപ്പനീസ് yen വീക്കൻ ചെയ്യുന്നതാണ് ജപ്പാനിലുള്ള അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. ഒരുപക്ഷെ ജാപ്പനീസ് yen വീക്ക്നെസ് മറ്റ് കറൻസികളെയൊക്കെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വൊളാറ്റിലിറ്റി നമ്മൾ നമ്മുടെ റുപ്പിയുടെ കാര്യത്തിലും കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. അത്തരത്തിലൊരു മൂവ്മെൻ്റ് ഒക്കെ ഒരുപക്ഷെ ഇന്നും നാളേക്കും ആയിട്ട് കറൻസി സെഗ്മെന്റിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് തന്നെയാണ്. വൊളാറ്റിലിറ്റിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നത്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഗെയിൽ ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഏപ്രിലിൽ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. മധ്യപ്രദേശിലാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗെയിലിനെ സംബന്ധിച്ച് കപ്പാസിറ്റി എക്സ്പാൻഷൻ ഒക്കെയാണ് ഇതിന് ശേഷം അവർ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗെയിലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഒപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ നിന്ന് വരുന്ന ന്യൂസ് ഫ്ലോസ് വെച്ച് നോക്കുകയാണെങ്കിൽ കോപ്പർ പ്രൈസ് വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ ചാൻസസ് ഒന്ന് ഹിന്ദുസ്ഥാൻ കോപ്പറും അതുപോലെ തന്നെ ഹിൻഡാൽക്കോ ആണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും ഒരുപക്ഷെ ലോവർ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. ചൈനയിലെ ഇൻഡസ്ട്രിയൽ പോളിസി, ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് ഡാറ്റ എന്ന് വന്നിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരി മാസത്ത് ചൈനയിലെ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സ് കൂടിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും മെറ്റൽ സ്റ്റോക്കുകൾക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ലോവർ ലെവലിൽ നിന്ന് സ്റ്റീൽ സ്റ്റോക്കുകളും അലുമിനിയം സ്റ്റോക്കുകളും അയൺ ഓർ സ്റ്റോക്കുകളും ഒക്കെ മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. ചൈനീസ് ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും മെറ്റൽസിനും സ്പെഷ്യാലിറ്റി കെമിക്കൽസിനാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ലൈഫ് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. സറണ്ടർ വാല്യൂ സംബന്ധിച്ചിട്ടുള്ള ERDR ഡിസിഷൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. മുമ്പ് എക്സ്പെക്ട് ചെയ്തിരുന്നു ഹയർ സറണ്ടർ വാല്യൂ ഒക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു. പക്ഷേ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ പോളിസിയിൽ ലോങ് ടൈം പോളിസികൾ നോൺ പാർട്ടിസിപ്പേറ്റീവ് ലോങ് ടൈം പോളിസികളിൽ മാത്രമാണ് ചെറുതായിട്ടുള്ള ഒരു ഇൻക്രീസ് വരുന്നുള്ളൂ. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഡിസിഷനാണ്. തീർച്ചയായിട്ടും ഇത് HDFC ലൈഫ്, LIC, SBI ലൈഫ്, ICICI പ്രൂഡൻഷ്യൽ ലൈഫ്, മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ്
ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ്. വിപ്രോ GE ഹെൽത്ത് കെയർ മാനുഫാക്ചറിംഗ് രംഗത്തുള്ളൊരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ്. ഇവർ 8,000 കോടി രൂപ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യനെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റാനാണ് GEയുടെ പ്ലാന്. വിപ്രോനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സൊമാറ്റോ നമ്മുടെ ഒരു ടോപ്പിക്കുകളിലൊന്നാണ്. സൊമാറ്റോ വലിയ രീതിയിലുള്ള ടാർഗറ്റുകളാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സൊമാറ്റോ വീണ്ടും കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അഡാനി ഗ്രീൻ ഒരു ഗാലറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗാലറി സയൻസ് മ്യൂസിയം ഉണ്ട് ലണ്ടനിലെ സയൻസ് മ്യൂസിയത്തിലാണ്. എനർജി റെവല്യൂഷൻ അഡാനി ഗ്രീൻ എനർജി ഗാലറി എന്നാണ് പറയുന്നത്. പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഗ്രീൻ എനർജി സിനാരിയോ ആണ് ഇതിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഇന്റർനാഷണൽ എക്സ്പോഷർ അഡാനി ഗ്രീനിന് കൂടുകയാണ്. അത് തീർച്ചയായിട്ടും അഡാനി ഗ്രീനിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ അടുത്ത കാലങ്ങളിൽ നല്ല രീതിയിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. 1,133 രൂപയാണ് CLS അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സ് അടുത്ത ദിവസങ്ങളിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി പൊതുവെ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പല സ്റ്റോക്ക് ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡാനി പവർ, ലാംഗോ അമർകാന്തക് പവർ പ്രൊജക്റ്റ് ആന്ധ്രാപ്രദേശിൽ നിന്ന് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ളൊരു പവർ പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അഡാനിനെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഒപ്പം ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് പല സ്റ്റോക്കുകളുണ്ട്. വൊക്കാട് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ DMS CDSലൊക്കെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകളും ഇൻസ്റ്റിറ്റ്യൂഷനും ബ്ലോക്ക് ഡീലിൽ കൂടെ സെല്ലിംഗ് നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളുണ്ട്. അതോടൊപ്പം തന്നെ ശ്യാം മെറ്റാലിക് എനർജിക്കും പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. സിപ്ല സനോഫി പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളിലൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരു ബൈങ് കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്നിരുന്നാലും നമ്മൾ ഇയർ എൻഡ് ആണ്, ഈ ക്വാർട്ടർ എൻഡ് ആണ്, Q4 എൻഡ് ചെയ്യാണ്. ഏപ്രിൽ മാസത്തിൽ മുതൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ റിസൾട്ടുകൾ വന്നു തുടങ്ങും. Q4 റിസൾട്ടുകളോ മാനുവൽ റിസൾട്ടുകളൊക്കെയാണ് വരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏപ്രിൽ ഫസ്റ്റ് സെക്കൻഡ് വീക്കോട് നിഫ്റ്റിയും സെൻസസും പുതിയ ഹൈ ഹിറ്റ് എന്നുള്ള എക്സ്പെക്ടേഷനാണ്. ഒപ്പം ധാരാളം പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൊളാറ്റിലിറ്റിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ലോവർ ലെവലിൽ മെറ്റൽ സ്റ്റോക്കുകളും അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളിലൊക്കെ ബൈയും കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെലിവറി വാങ്ങുന്നുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.